ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അതിലേക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4-5 ഡ്രൈ ചില്ലി ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഫെനൽ സീഡ്സ്, കുറച്ച് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുക്കുന്ന പൗഡർ അതിനുശേഷം നമുക്കൊന്ന് മിക്സർ ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഒരു 2 ഒനിയൻ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. 2 ഒനിയൻ എടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 500 ഗ്രാം ചിക്കൻ ഓൾമോസ്റ്റ്. സോ 2 ഒനിയൻ എടുത്ത് ഒന്ന് സോട്ട് ചെയ്യുക. ഒന്ന് ബ്രൗണിഷ് കളറാകുന്നതിന് വരെ ഉപ്പ് ചേർക്കാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് പോകും. നമുക്കൊന്ന് നല്ലപോലെ ഒരു വഴണ്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഉപ്പ് ചേർക്കാതെ വഴറ്റിയെടുക്കുക. സോ വൺസ് വഴണ്ടതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് കോഴ്സ് പേസ്റ്റാക്കി എടുക്കുക. ഫുൾ അരയ്ക്കരുത്. അതിനുശേഷം പാൻ ഓണാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നെക്സ്റ്റ് ചിക്കൻ ചേർക്കുക. ഒരു 500 ഗ്രാം ചിക്കൻ ഓൾമോസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വൺസ് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഓണിയൻ പേസ്റ്റ് ആഡ് ചെയ്യുക. ഒരു നൈസ് മിക്സ് കൊടുക്കുക. ഓണിയൻ പേസ്റ്റ് ബാക്കിയുള്ള മിക്സർ ജാറിലുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കുക. നൈസ് മിക്സ് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്സ് വേകാൻ അനുവദിക്കുക. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. സോ ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പ് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് പാകമാണെന്ന് നോക്കിയ ശേഷം അഡീഷണൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഒക്കെ ഒന്ന് ഡ്രൈ ആകുന്നതിന് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുത്തി ഇളക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫൈനൽ പ്ലേറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡിഷ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കാറ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അത്രയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. താങ്ക് യു. ബായ്.